മരണമാണോ നല്ലത്, ജീവനാണോ നല്ലത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന പേഷ്യൻസ് ആയിരിക്കും. ഒരു 10-25 വർഷത്തിലധികം ഈ കാർഡിയോളജി ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലക്ക് ഒരുപാട് ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കാണുകയും ചികിത്സിക്കേണ്ടി വരികയും അതേപോലെ തന്നെ അതുമൂലമുണ്ടാകുന്ന ഒരുപാട് സാമൂഹികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ ഒരു ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചില പേഷ്യൻസ് വളരെ ടെർമിനലി, ഇപ്പോൾ ഒരു എൽഡർലി പാരൻസ് ആക്ച്വലി ടെർമിനലി സിക്കായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അത്തരം രോഗികൾക്ക് ആക്ച്വലി മരണമാണോ നല്ലത്, ജീവനാണോ നല്ലത് എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന പേഷ്യൻസ് ആയിരിക്കാം. ഇവരെ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ ആ ചികിത്സ ചെലവെടുക്കുന്നത് അവരുടെ മക്കളായിരിക്കാം. സാമ്പത്തികമായി വളരെ അടിത്തട്ടിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നത്തെ കാലത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ എടുക്കാൻ വളരെ പ്രയാസമുള്ളത് കൊണ്ട് അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളായിരിക്കും ചികിത്സ നേടുന്നത്. നേരെ മറിച്ച് ഒരു മിഡിൽ ക്ലാസ്സിലോ ഒരു മിഡിൽ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ ഇത്തരം ചികിത്സ ഒരുപക്ഷെ ആഴ്ചകളും മാസങ്ങളും നീളുന്ന ക്രിട്ടിക്കൽ കെയർ ചികിത്സ ഇന്നത്തെ കാലത്ത് വലിയ ചെലവേറിയതായതുകൊണ്ട് അത് ലക്ഷങ്ങളിലേക്കും കോടികളിലേക്കും പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ മക്കൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അച്ഛനമ്മമാരെ ചികിത്സിക്കാതിരിക്കാൻ വയ്യ. അതേ സമയത്ത് മറ്റു ചില കാരണങ്ങളുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ കുടുംബ ബന്ധുമിത്രാദികളൊക്കെ നിങ്ങൾ കൊണ്ടുപോയില്ല, നോക്കിയില്ല എന്ന് പരാതിപ്പെടുന്നത് കൊണ്ട് ചികിത്സിക്കേണ്ട ഒരവസ്ഥയുണ്ടാവും. പക്ഷെ ഇത്തരം അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, ഒരുപക്ഷെ വീട് പോലും പണയം വെച്ച് ചികിത്സിക്കുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇത്തരം സാഹചര്യത്തെ നേരിടാനുള്ള ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഒരു മാർഗം എൻ്റെ മനസ്സിലില്ല. പക്ഷെ എങ്കിലും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ലിവിങ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിൽ എഴുതി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ വാർദ്ധക്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ഏജ്, അത് നമുക്ക് ഓരോരുത്തർക്ക് സ്പെസിഫൈ ചെയ്യാം. 75 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞാൽ, എനിക്ക് ഒരു വലിയ ടെർമിനലി ഇല്ലായി കഴിഞ്ഞാൽ മെഷീനറികളുടെ സഹായത്തോടു കൂടി എൻ്റെ ജീവൻ നിലനിർത്തേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് വെന്റിലേറ്ററിൽ കിടത്തി എന്നെ ചികിത്സിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ CPR ചെയ്ത് എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. അതല്ലെങ്കിൽ ഒരു ഫീഡിംഗ് ട്യൂബ് വഴി എനിക്ക് ഭക്ഷണം നൽകേണ്ടതില്ല. ഡയാലിസിസ് പോലത്തെ ചികിത്സ ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഏതൊരു വ്യക്തിക്കും വേണമെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിലൊരുപാട് ഗുണങ്ങളുണ്ട്. അത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗമാണെങ്കിൽ അവർക്ക് തിരിച്ച് ചികിത്സിച്ച് ഭേദമാവുകയും, ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളാണെങ്കിൽ ഇത്തരം വലിയ ചികിത്സയിലേക്ക് പോയി അത് സ്വന്തം മക്കൾക്ക് വലിയൊരു ബാധ്യത ഉണ്ടാകാതെ ഒഴിവാക്കുവാനും, അതേപോലെ തന്നെ അവർക്ക് സാമൂഹ്യമായ ഒരു പ്രഷർ, ജനങ്ങളൊക്കെ അവരെ തിരിഞ്ഞ് മക്കൾ അച്ഛനമ്മമാരെ നോക്കിയില്ല എന്ന ഒരു പരാതിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാനും കഴിയും. ഇത്തരം സാഹചര്യങ്ങളിൽ അതൊരു തരക്കേടില്ലാത്ത ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ ശരിക്ക് ഇതിനെ നോക്കി കാണുന്നത്.